ഓം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ കുചേലോപജ്ഞാനം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. നാനാനിഗമ സകല കലാവിദ്യനാദ ബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ. നാനാചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ. സാന്ദീപനി ഗൃഹീ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നതും അത്ഭുതമെത്രയും. ഇത്തം കുചേലൻ ജഗൽപതി തന്നോടും ഉത്തരം ചൊന്നതു കേട്ടു മോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോടിതം ചൊല്ലിനാൻ. നിശ്ചല സൽഗുണവാരിധി നീയിക പോരുന്ന നേരം നമുക്ക് നൽകിയിടുവാൻ ചാരുവാൻ പ്രാകൃതം കൊണ്ടിങ്ങോ പോന്നിതോ. ആയതു നൽകുക നീ ഇപ്പോഴേ ആയതു മൂലമേറ്റം ഗുണമായി വരും. മൽഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ബുദ്ധിച്ചേടുമറിയണം. നല്ല ഫലജലം, നല്ല കുസുമങ്ങൾ, നല്ല സൽഭക്തരായുള്ളവർ നൽകുകിൽ നല്ലവണ്ണമിഷ്ടമായി വരുമിങ്ങടൂ. അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാദി സത്വരം നൽകിലും മോദിക്കയില്ല ഞാൻ. ഇത്തരം വാക്കുകൾ കേട്ടു വിപ്രന്തത ഉത്തമനാകും മുകുന്ദനു തന്നോടെ കക്ഷേ ഒളിച്ചു വച്ചിടം പൃഥുകത്തെ തൽക്ഷണം നാണിച്ചു നൽകാതിരുന്നിതു. അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു, സ്വൽപ്പമാനാമിവൻ അർത്ഥത്തിനെന്നെയും ചിത്തെ ഭരിച്ചതിൽ അർത്ഥത്തിനേതുമേ. ചിത്തത്തിലാശയില്ലെന്നിവനെങ്കിലും തൽപത്നി തന്നെ വാക്കിനാൽ അർത്ഥത്തിനിന്നിപ്പോൾ ഇവിടെ വരിക കൊണ്ടെന്നു ഞാൻ. ദേവകൾക്കും ലഭിയാത്ത ധനങ്ങളെ കേവലം ഭക്തവിപ്രന്നു നൽകിയിടുവൻ. യുദ്ധം വിചാരിച്ചു മാധവൻ വിപ്രനോടുത്തമനാം നിൻ കിഴി എന്തിതിലെന്നും ചോദിച്ചു ഭാണ്ഡം പിടിച്ചഴിക്കും വിധു മോദിച്ചു മാധവനങ് അവൾ കാണുകയാൽ നിർമ്മലമായുള്ള അവൾ കണ്ട മൂലമായി നിർമായമേറ്റവും തൃപ്തനായേനകം. എന്നോ
പറഞ്ഞു ജഗന്മയനീശ്വരൻ തന്നുടെ കയ്യാൽ ഒരു മുഷ്ടി വാരിയങ്ങേറ്റം ആനന്ദേന തിന്നു പുനരതിൽ ഏറ്റവും നന്നായൊരു മുഷ്ടി വാരിട്ടു തെറ്റെന്നു വായ്ക്കൊള്ളുവതിനു തുടർന്നപ്പോൾ തെറ്റെന്നു കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയാകിയ രുക്മിണി മാധവൻ തന്നുടെ കയ്യിൽ പിടിച്ചൻപോടു ലജ്ജയാ മന്ദാക്ഷമോട് പറഞ്ഞതതു നേരം ഇന്നു മതി മതി വിപ്രോത്തമന്യക എന്നും സുരന്മാർക്കു പോലും അസാധ്യമാമേവും ഐശ്വര്യം ഭവിച്ചവനെന്നുക ഈശ നീ ഭക്ഷിച്ചതുകൊണ്ടു മോക്ഷവും ഈശ നീ ഭക്ഷിച്ചതുകൊണ്ടു മോക്ഷവും വന്നിത് പോരുമെന്നോതിനാൽ വന്നിതിവനിന്നിതു പോരുമെന്നോതിനാൽ പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ തന്നുടെ മെത്തമേലത്ര ശയിപ്പിച്ചു പാദശുശ്രൂഷയും ചെയ്തു വന്ദിച്ചത് മോദേന സൽക്കഥ ചൊല്ലിരിമിച്ചിതു അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗലവിപ്രനർഘ്യാദി കർമ്മം കഴിച്ചൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞുമ്പരിൽ ഉത്തമ വിപ്രൻ നടന്നിതു പോകുന്ന മാർഗത്തിലൂരൂന്നു ചിന്തിച്ചു ഏകനാഥന്റെ വൃത്താന്തമതിശയം അന്തണഭക്തിയും ഏറ്റമത്യത്ഭുതം ചിന്താമരാക്ഷൻ സുഭഗ സമ്മോഹനൻ ജ്ഞാനായതേറ്റം മലിനൻ തമോമയൻ ആനന്ദരൂപനെന്നെ പുണർനീടിനാൻ ദേവാസുരാദി സകലരും ഐശ്വര്യം ആവോളമാർജിച്ചതോർത്തു കണ്ടിടുകിൽ കേവലം തൽപ്രസാദത്താലതെത്രയും സേവിപ്പവർക്കു സകല സമ്പത്തുകൾ സേവാഫലപ്രദൻ മാധവൻ നൽകുന്നു. അർത്ഥത്തിനായിട്ടു വന്നു ഞാനായതും അർത്ഥിക്കയെന്നതുമില്ലാതെ പോന്നു ഞാൻ. മൽഗൃഹീ പത്നി കരുണയാലെ വരവാഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തു ഞാനങ്ങവളോടു പറയുന്നു, ചിന്തിക്കിൽ സർവജ്ഞനല്ലോ ജഗന്മയൻ. എന്തു നമുക്കു ധനമെങ്ങു നൽകാഞ്ഞോ, ചിത്തേ ധനമതാലെന്നു നമുക്കുള്ള കൃത്യവും ഭക്തിയും പോമെന്നു ചിന്തിച്ചു. നിത്യസ്വരൂപനിങ്ങർത്ഥം തരാഞ്ഞതും ഇങ്ങനെ ഓരോന്നു ചിന്തിച്ച് വിപ്രനം ചെന്നതു തന്നോടെ പത്തന സന്നിധോ. അപ്പോളനേക മണിഗൃഹജാലവും ശില്പമാളികക്കൂട്ടവും കാണായി. നല്ല രത്നങ്ങൾ വസനങ്ങൾ ഭൂഷണം എല്ലാം പരിപൂർണമായ കൂട്ടുഗൃഹം. ഏറ്റം കനകമയമാം മതിലുകൾ മുറ്റങ്ങൾ നല്ലൊരു ഭവനജാലങ്ങൾ ചിത്രധ്വജ പതാകകൾ സുവർണമായി. എത്രയും നല്ല പത്മങ്ങളോടൊത്തത് നിർമ്മലമായ ജലസ്ഥലവാദികൾ
നിർമ്മല കോപാതി മറ്റുമോരോ വിധം ദേവീന്ദ്ര മന്ദിര തുല്യം മണിമയം ദേവകൾ പോലും വണങ്ങും പുരുഷരും അപ്സര സ്ത്രീകൾ നമിക്കുന്ന നാരിമാർ അപുരശോഭകൾ കണ്ടു വിപ്രോത്തമൻ പാരം പരിഭ്രമിച്ചങ്ങു നിൽക്കും വിധൗ പരാതെ പിന്നെയും കണ്ടിതു വിസ്മയം നിർമ്മലമായ കനകമണികളാൽ നിർമ്മലഭൂഷണം കൊണ്ടു മൂടി മുതാ മക്കളും ദാസിമാർദ്ദം മൂട് ശോഭയാ മൈക്കണ്ണി മൗലിയാം പത്നി സുമംഗല മോദേന മന്ദാക്ഷമൾ കൊണ്ടു വന്ദിച്ചു ഭൂസുരം ചെന്നതിർത്തപ്പോൾ സവിസ്മയം ഒക്കെയും ഓർത്തു നിരൂപിച്ചു വിപ്രനും ഇക്കളി മാധവമായ എന്നോ ദൃഢം എല്ലാം ഹരിചരണങ്ങൾ ഗതി നമുക്കില്ലൊരു സംശയമെന്നുറപ്പിച്ചത ചെന്നു ഗൃഹം പൊക്കു സഭ്യമായി വാണിതു നന്ദന ഭാര്യാദിയോട് വിപ്രോത്തമൻ ചിന്മയനായ മുകുന്ദനെ ചിന്തിച്ചു നന്നായി വധിച്ചാൻ അനുദിനം പിന്നെയും നിത്യസ്വരൂപനെ ചിന്തിച്ചു വ്യക്തിയും അന്ത്യകാലത്തിൽ ലഭിച്ചു നരോത്തമാം സർവാത്മകനഖിലീകപരൻ പുമാൻ സർവവും ഭക്തജനങ്ങൾക്കു നൽകുമേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്ന മല്ലാരി തന്നെ ഭജിപ്പിനെല്ലാവരും സർവാത്മകൻ ചരിതമിതു നിത്യവും സർവജനങ്ങളും ചൊല്ലിലും കേൾക്കിലും സർവധന സുഖം വേഗമുണ്ടായി വരും സർവാത്മകൻ കൃപ സാധിച്ചു കൊള്ളുവിൻ. നമസ്തേ. അടുത്ത ഭാഗം തീർത്ഥയാത്ര വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം തീർത്ഥയാത്ര വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.